ഞങ്ങൾ ഹോളിലാൻഡ് സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈജിപ്തിലും പോയത്. എനിക്ക് വളരെയേറെ ആഗ്രഹമായിരുന്നു ലോകാത്ഭുതങ്ങളിലൊന്നായ ഈജിപ്ഷ്യൻ പിരമിഡും അതുപോലെ കൈറോയിലുള്ള ഈജിപ്ഷ്യൻ മ്യൂസിയവും ഒന്ന് കാണുക എന്നുള്ളത്. വ്യത്യസ്തങ്ങളായ വലിപ്പത്തിലുള്ള 118ഓളം പിരമിഡുകളാണ് കണ്ടെടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ പിരമിഡാണ് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ്, കുഫുവിൻ്റെ പിരമിഡാണത്. പുരാതന കാലത്തെ ഫറവോമാരുടെയും രാജ്ഞിമാരുടെയും ശവകുടീരങ്ങളായിട്ടാണ് പിരമിഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ശവകുടീരങ്ങൾക്കുള്ളിൽ ഫറവോമാരുടെയും രാജ്ഞിമാരുടെയും മൃതശരീരങ്ങൾ മാത്രമല്ല, മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ, രാജകുടുംബാംഗങ്ങൾ, മറ്റു വേലക്കാർ എന്നിവരെ എല്ലാം മമ്മികളാക്കി പിരമിഡുകൾക്കുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൂടാതെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന അവർ നിത്യോപയോഗ സാധനങ്ങൾക്കായിട്ടുള്ള പലതരം ആയുധങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, സ്വർണം, ഭക്ഷണപദാർത്ഥങ്ങൾ ഇതെല്ലാം മമ്മിഫൈ ചെയ്ത് പിരമിഡുകൾക്കുള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ പിരമിഡുകൾക്കുള്ളിലും ധാരാളം വിലപിടിപ്പുള്ള വസ്തുക്കളോടൊപ്പം അവരുടെ മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്ന പേടകങ്ങളും അവരുടെ ഗ്രേഡിനനുസരിച്ച് വിലപിടിപ്പുള്ളത് തന്നെയായിരിക്കും. മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്ന പേടകങ്ങൾ ഫറവോമാരുടെയാണെങ്കിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞതും അതുപോലെ മറ്റു ലോഹങ്ങൾ, തടികൾ ഇതുകൊണ്ടൊക്കെ നിർമ്മിച്ച പേടകങ്ങൾക്കുള്ളിലാക്കിയാണ് പിരമിഡുകൾക്കുള്ളിൽ സൂക്ഷിക്കുന്നത്. വളരെ വലിപ്പമുള്ള ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ് പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1.5 മുതൽ 2 മീറ്റർ വരെ നീളവും 1.5 മീറ്റർ വീതിയും 3/4 മീറ്ററോളം ഉയരവുമുള്ള വളരെ കട്ടി കൂടിയ ചുണ്ണാമ്പ് കല്ല് ബ്ലോക്കുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ദൂരെയുള്ള ക്വാറികളിൽ നിന്നും നൈൽ നദിയിലൂടെയാണ് ഇവ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യകാലത്ത് ഈ പിരമിഡുകളെല്ലാം വളരെയേറെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതിൻ്റെ പേരിൽ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. ആദ്യകാലത്ത് ധാരാളം പിരമിഡ് കള്ളന്മാരുണ്ടായിരുന്നു. അവർ ഈ പിരമിഡുകൾ തുറന്ന് അതിനുള്ളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ചിരുന്നു. എന്നാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഫറവോയായിരുന്ന തുത്തൻഖാമുൻ്റെ ശവകുടീരത്തിനുള്ളിൽ നിന്നും വളരെയേറെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. അത് 1922 ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്ന ഹൊവാർഡ് കാർട്ടറാണ് ആ ശവകുടീരം കണ്ടെത്തിയത്. അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ അനേകം വസ്തുക്കൾ കണ്ടിരുന്നു. ഇതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് 11 കിലോയിലധികം ഭാരമുള്ള തനി തങ്കം കൊണ്ടുണ്ടാക്കിയതും വളരെ പ്രഷ്യസ് ജെംസ് പതിപ്പിച്ചതുമായ ഒരു മാസ്ക് ആണ്. അതിപ്പോഴും ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും അത്ഭുതകരമായത് അതിനുള്ളിലുണ്ടായിരുന്ന അലബാസ്റ്റർ ജാറുകൾക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പെർഫ്യൂമാണ്. അതിനെക്കുറിച്ച് ഇന്ത്യയിലെ നാർദീൻ തൈലം ഈജിപ്തിൽ എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതുകൂടാതെ അനേക വസ്തുക്കൾ അതിനുള്ളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഈ വസ്തുക്കളെല്ലാം ഇന്ന് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഫറവോമാരുടെ, രാജ്ഞിമാരുടെ, കുടുംബാംഗങ്ങളുടെ എല്ലാം ധാരാളം മമ്മികൾ അടക്കം ചെയ്തിരുന്ന പെട്ടികൾ, കൂടാതെ ആഭരണങ്ങൾ, സ്വർണം, പാത്രങ്ങൾ, മൃഗങ്ങൾ, അതായത് പട്ടി, പൂച്ച, ക്രൊക്കഡൈൽ ഇതിനെയൊക്കെ മമ്മിഫിക്കേഷൻ നടത്തി ഈ പിരമിഡുകൾക്കുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവർ ഉപയോഗിച്ചിരുന്ന ചെരുപ്പുകൾ, ബാഗുകൾ, തുകൽ വസ്തുക്കൾ, ഭക്ഷണ വസ്തുക്കൾ ഇതും മമ്മിഫിക്കേഷൻ നടത്തി അതിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കല്ലിൽ കൊത്തിയെടുത്തിരുന്ന ഒരിനം ശവപ്പെട്ടിയായ സാർക്കോഫാഗസ്, റംസീസ് രണ്ടാമൻ്റെ വളരെ വലിയ ഒരു കൂറ്റൻ പ്രതിമ, മറ്റനേകം പ്രതിമകൾ, ശവപ്പെട്ടികൾ, ആഭരണങ്ങൾ, മതപരമായ ചില വസ്തുക്കൾ, വളരെ അപൂർവമായ പെയിൻറ്റിങ്ങുകൾ ഇതെല്ലാം പിരമിഡുകൾക്കുള്ളിൽ നിന്നും കണ്ടെടുത്ത ഈ വസ്തുക്കളെല്ലാം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ ശവപ്പെട്ടിയിലും പ്രത്യേകം ചിത്രങ്ങളും ചിഹ്നങ്ങളും അവർ വരച്ചിരുന്നു. ആ ചിത്രങ്ങളിലെ പെയിൻറ്റുകൾ ഇന്നും യാതൊരു കേടും കൂടാതെ നല്ല കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതെന്ത് മെറ്റീരിയൽ കൊണ്ടാണ് അത് വരച്ചിരിക്കുന്നത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അത്ര ഭംഗിയിലാണ് ആ ചിത്രങ്ങളെല്ലാം ഈ ശവപേടകങ്ങളിൽ വരച്ചിരിക്കുന്നത്. ഗ്രേറ്റ് പിരമിഡിൻ്റെ പുറമേയുള്ള ഒരു പാളി കല്ലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. പല കാലങ്ങളിലായി എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നും അതിൽ നിന്ന് ഇളക്കി മാറ്റിയും ഒക്കെയാണ് ആ പുറമേയുള്ള ലെയർ ചുണ്ണാമ്പ് കല്ലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഏറ്റവും മുകളിൽ ആ ലെയർ സുരക്ഷിതമായിട്ടിരിപ്പുണ്ട്. അത് ഗുണമേന്മയേറിയ കല്ലുകളാണെന്നാണ് പറയപ്പെടുന്നത്. ബാക്കി അടിഭാഗത്തോട്ടുള്ള ലെയറുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ അതിൻ്റെ മെയിൻ എൻട്രൻസ് അത് ലോക്ക്ഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വളരെ വലിയ ശിലാപാളികൾ കൊണ്ടാണ് അത് അടച്ചിരിക്കുന്നത്. അത് ഇന്നുവരെ അത് തുറക്കാൻ സാധിച്ചിട്ടില്ല.
എന്നാൽ അതിനുള്ളിൽ കടന്നു പോകാൻ പാകത്തിന് സൈഡിലൂടെ കല്ലുകൾ മാറ്റി ഒരു തുരങ്കം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പല പല ചേംബറുകളായിട്ടാണ് ഈ ഫറവോന്മാരുടെ ശവകുടീരങ്ങൾ അല്ലെങ്കിൽ പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിലെ വസ്തുക്കളെല്ലാം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ നിന്നും കണ്ട് നമ്മൾ പോയി കഴിയുമ്പോൾ കണ്ടാലും തീരാത്ത അത്ര വസ്തുക്കളാണ് ഈ പിരമിഡുകൾക്കുള്ളിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അത്ര മനോഹരമാണ് ഈജിപ്ഷ്യൻ മ്യൂസിയം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.